തലസ്ഥാനത്തിന് ഇനി ഉത്സവ നാളുകൾ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. മത്സരത്തിൽ പങ്കെടുക്കുന്ന കുട്ടികളുടെ കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിലെ ആദ്യ ബാച്ചിന് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി. നിരവധി പ്രതിഭകളാണ് കലോത്സവത്തിൽ പങ്കെടുക്കുന്നത്. സ്വർണ്ണക്കപ്പ് രാവിലെ ജില്ലാ അതിർത്തിയായ തട്ടത്തുമലയിൽ സ്വീകരിച്ചു. വൈകിട്ടോടെ ഘോഷയാത്ര കലോത്സവ നഗരിയിലെത്തും. പ്രധാന വേദിയായ സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്ന് ഐഷത്തുൽ ഷംന ചേരുകയാണ്. ഷംന, ഇപ്പോൾ ആവേശകരമായ ഒരു കലോത്സവ കാലത്തിലേക്കാണ് കടന്നു പോകുന്നത്. തയ്യാറെടുപ്പുകൾ എവിടെ വരെയായി? എന്തൊക്കെയാണ് ഇത്തവണത്തെ പ്രത്യേകതകൾ? രഞ്ജിത്തെ, വളരെ ആവേശത്തോടെയാണ് തലസ്ഥാനം ഇപ്പോൾ ഉള്ളത്. നമുക്കറിയാം, MT ഓർക്കാതെ ഒരു കലോത്സവമില്ല ഇത്തവണ. അപ്പോൾ MTയുടെ പേരിൽ, നിലയുടെ പേരിലാണ് പ്രധാന വേദി. അവിടെയാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ ഈ ഒരുക്കങ്ങളൊക്കെ അവസാന ഘട്ടത്തിലാണ്. ഇപ്പോൾ നാളത്തെ പ്രാക്ടീസിനുള്ള ഒരുക്കത്തിലാണ്. അവിടെ ഓപ്പണിംഗ് ഡാൻസിനുള്ള പ്രാക്ടീസിന് വേണ്ടി കുട്ടികൾ എത്തിക്കഴിഞ്ഞു. അതിന്റെ അനൗൺസ്മെന്റ് ഇപ്പോൾ പ്രാക്ടീസ് നടക്കുന്നു. അങ്ങനെ ഏറ്റവും ആവേശത്തിൽ അവസാനഘട്ട ഒരുക്കത്തിലാണ് ഇപ്പോൾ തലസ്ഥാനമുള്ളത്. നേരത്തെ തന്നെ കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലുള്ള കുട്ടികൾ അല്പസമയം മുമ്പാണ് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത്. അവരുടെ ആവേശകരമായ ഒരു സ്വീകരണം വിദ്യാർത്ഥികൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത തരത്തിൽ അത്രക്കും ഗംഭീരമായ ഒരു സ്വീകരണമായിരുന്നു അവർക്ക് ഒരുക്കിയത്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി, മേയർ ആര്യ രാജേന്ദ്രൻ, മന്ത്രി ജി ആർ അനിൽ ഉൾപ്പെടെയുള്ള എത്തി വിദ്യാർത്ഥികൾക്ക് മാലയിട്ടു. അതുപോലെ മധുരം വിതരണം ചെയ്ത് അങ്ങനെ ഗംഭീരമായി അവർ സ്വീകരിച്ചു. ചെണ്ടമേള ഉൾപ്പെടെയുള്ള ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു വന്നിറങ്ങിയപ്പോൾ മുതൽ, ആദ്യ ബാച്ച് വന്നിറങ്ങിയപ്പോൾ മുതൽ ആ ഒരു ആവേശം അത് കിട്ടിക്കഴിഞ്ഞു. ഇനി ഒരാഴ്ച നീണ്ട വലിയ 5 ദിവസം വലിയ രീതിയിലുള്ള ആഘോഷമാണ് നടക്കാൻ പോകുന്നത്. ഇപ്പോ ഈ കലാമണ്ഡലത്തിൽ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾ സ്റ്റേജിന്റെ പുറകുവശത്തുണ്ട്. അവര് ഈ നാളത്തെ ഓപ്പണിംഗ് ഡാൻസിനുള്ള പ്രാക്ടീസിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇവിടെ അനൗൺസ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നാളത്തെ പ്രാക്ടീസ് കാര്യങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ അവസാനഘട്ട എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും അത്തരത്തിലുള്ള എല്ലാ സൗകര്യങ്ങളും സജ്ജീകരണങ്ങളും അവസാന ഘട്ടത്തിലാണ്. എന്തായാലും നാളെ വിദ്യാഭ്യാസ മന്ത്രി പതാക ഉയർത്തുന്നതോടുകൂടി ഔദ്യോഗികമായ തുടക്കമാവും. പിന്നീട് 10 മണിക്ക് ശേഷം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. അങ്ങനെ അവസാനഘട്ട ഒരുക്കത്തിലാണ്, വലിയ ആവേശത്തിലാണ്. നമുക്കറിയാം, ഈ വിദ്യാർത്ഥികൾ ആദ്യ ബാച്ച് വന്നിറങ്ങിയപ്പോൾ തന്നെ കണ്ണൂരും കോഴിക്കോടും ആയിരുന്നു. അതിന്റെ ഒരു ആവേശം പ്രത്യേകിച്ച് എടുത്തു പറയണം. കഴിഞ്ഞ തവണ ചെറിയ ചെറിയ വ്യത്യാസത്തിലാണ്, അതുപോലെ അവസാന ഘട്ടത്തിലാണ് കണ്ണൂർ കപ്പ് കൊണ്ടുപോയത്. അപ്പോൾ ആ കപ്പ് വിട്ടുകൊടുക്കില്ല എന്ന് കണ്ണൂരും അത് തിരിച്ചു പിടിക്കുന്നു കോഴിക്കോടും. അത്രയും ആവേശമായിരുന്നു. അപ്പോൾ അതെന്തായാലും ഈ തലസ്ഥാനത്ത് ഇനി 5 ദിവസം നമുക്ക് കാണാം. നാളെ രാവിലെ തന്നെ പതാക ഉയർത്തലോടുകൂടി ഔദ്യോഗികമായ ഒരു തുടക്കമാകും. ഒപ്പം തന്നെ വലിയ ആവേശത്തിലാണ്. ആ ഒരു ആവേശം ഇനി വരുന്ന ദിവസങ്ങളിൽ കാണാം. രഞ്ജിത്ത്, ഷംന, അപ്പം ഈ വൈകുന്നേരത്തേക്ക് ഇവിടെ എത്തും. ഘോഷയാത്ര അടക്കമാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. മത്സരങ്ങൾ നാളെ മുതലാണല്ലോ. പ്രധാന സ്റ്റേജുകൾ നമുക്കറിയാം നദികളുടെ പേരിലാണ്. അതിലേറ്റവും പ്രധാനം MT വാസുദേവൻ നായരുടെ പേരിൽ നിള എന്ന പേരിലാണ് പ്രധാന വേദി ഒരുക്കിയിരിക്കുന്നത്. ക്രമീകരണങ്ങൾ തലസ്ഥാന നഗരത്തിൽ ഗതാഗത ക്രമീകരണങ്ങൾ അടക്കമുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അന്തിമ തീരുമാനത്തിലായോ? തീർച്ചയായും രഞ്ജിത്ത്, അന്തിമഘട്ടത്തിൽ തന്നെയാണ്. അല്പസമയത്തിനകം സ്വർണ്ണക്കപ്പ് തലസ്ഥാനത്ത് ഏറ്റുവാങ്ങും. വലിയ ആഘോഷത്തോടുകൂടി തന്നെ ഏറ്റുവാങ്ങും. അല്പസമയത്തിനകം തന്നെ ആ സ്വർണ്ണക്കപ്പ് എത്തുന്നതാണ്. ഒപ്പം തന്നെ ഈ ഗതാഗത നിയന്ത്രണം, പ്രത്യേകിച്ച് കിഴക്കേക്കോട്ട ഭാഗത്ത് വലിയ രീതിയിലുള്ള ഒരു ഗതാഗത നിയന്ത്രണമുണ്ട്. അതൊക്കെ അവസാന ഘട്ടത്തിലാണ്. നാളെ ഈ ബസ്സുകൾക്ക്, സ്വകാര്യ ബസ്സുകൾക്കും KSRTC ബസ്സുകൾക്കും ഉൾപ്പെടെ അവിടെ ഈ കിഴക്കേക്കോട്ട ഭാഗത്ത് ഗതാഗത നിയന്ത്രണമുണ്ട്. അത്തരത്തിലുള്ള ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ അല്ലെങ്കിൽ ഗതാഗത നിയന്ത്രണം അതൊക്കെ സജ്ജമാണ്. നമുക്കറിയാം, 25 വേദികളിലായി 12,000-ഓളം കുട്ടികളാണ് നാളെ മുതൽ ഈ തലസ്ഥാന നഗരിയിൽ അവരുടെ ആഘോഷമാണ്. അപ്പോൾ അതിനുവേണ്ട എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും എല്ലാ ആഘോഷങ്ങളും ഇവിടെ പൂർത്തിയായി കഴിഞ്ഞു. പിന്നെ വേദികളുടെ കാര്യം എടുത്തു പറയാനാണെങ്കിൽ നമുക്കറിയാം, ഇത്തവണ പ്രധാന നദികളുടെ പേരിൽ അതിൽ തന്നെ എടുത്തു പറയേണ്ടത് ഈ പ്രധാന വേദി തന്നെയാണ്. കാരണം MT ഓർക്കാതെ
ആ സാഹിത്യകാരനെ ഓർക്കാതെ ഇത്തവണ നമുക്ക് കലോത്സവം ഇല്ല. അതുകൊണ്ട് തന്നെ പ്രധാന വേദിക്ക് MT നിള എന്നാണ് പേരിട്ടിട്ടുള്ളത്. അതുപോലെ ആ വേദിക്ക് ഉൾപ്പെടെ എല്ലാ പ്രത്യേകതകളും ഇത്തവണയുണ്ട്. ഒപ്പം തന്നെ പഴയടത്തിന്റെ വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. കലോത്സവത്തിന്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. ഇനി